ഹലോ ഗായ്സ്, അപ്പോൾ ടുട്ടു ആൻഡ് രൂപു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളിന്ന് വെളുത്തുള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് വെളുത്തുള്ളി കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ചെല്ലാം വലുതുണ്ടെങ്കിൽ അത് പതുക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില, ഉണക്കമുളക് 2 ഉണക്കമുളക്, പിന്നെ ഇത് 2.5 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന രീതി നോക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ലെണ്ണ ഇല്ല, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും അച്ചാർ കുറച്ചുകൂടെ നല്ലത്. വെളുത്തുള്ളി ചീത്തയായി പോവുകയാണ് ഇരുന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ഉള്ള വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളകും ഇട്ട് അതിലേക്ക് ഉണക്കമുളകും ചേർക്കുക. അതിലേ മൂത്ത് വന്നിട്ടുണ്ട്, ആ തിള നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി വെക്കാം. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് വാടി വരണം. എന്നാൽ ഒത്തിരി അങ്ങോട്ട് തിങ്ങി പോകുന്ന രീതിയിൽ വാടാനും പറ്റില്ല. അതൊക്കെ വെളുത്തുള്ളിക്ക് ചെറിയൊരു വേവ് കിട്ടുന്ന രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി പതുക്കി ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോയിട്ടുമില്ല. ഇനി നമ്മൾക്ക് മുളക് പൊടി ചേർക്കാം. ഇപ്പം മുളക് പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചൊറുക്ക ഒഴിക്കുകയാണ്. ഇതിപ്പോൾ നാടൻ ചൊറുക്കയാണ്, അതുകൊണ്ട് കുറച്ച് ചൊറുക്ക ഒഴിച്ചാൽ മതി. ചൊറുക്ക ഒന്ന് പതുക്കെ തിളച്ച് വരും. ഇനിയിപ്പോൾ അതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് തിളപ്പിച്ച വെള്ളം ആവശ്യമനുസരിച്ച്, ഗ്രേവിയുടെ ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിന് ഉലുവാപ്പൊടിയും കായം ചേർക്കാം. പൊടിച്ച കായവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ തിളച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. വെളുത്തുള്ളി അച്ചാർ തൊലിയെല്ലാം കളഞ്ഞ് വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു ഭാരിച്ച പണി. അത് കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ നമുക്ക് വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാം. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി അച്ചാർ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അച്ചാർ നല്ലപോലെ ആറിയതിന് ശേഷം വെള്ളമില്ലാത്ത നല്ലോണം വെള്ളം തുടച്ചു മാറ്റിയ ഒരു ചില്ല് കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം.